നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിഭയാനകമായ സാഹചര്യത്തിൽ ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയെ വളഞ്ഞു. ഗാസയെ പൂർണ്ണമായി മോചിപ്പിക്കാതെ ഇനി യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ എല്ലാ സമാധാന നീക്കങ്ങളും കാറ്റിൽ പറത്തി ഇസ്രായേൽ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. 2 വർഷമായി നീളുന്ന പോരാട്ടത്തിൽ ഇതിനോടകം 66,000 പാലസ്തീനികൾ മരിച്ചിരിക്കുന്നു. 1.25 ലക്ഷം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. 22 ലക്ഷത്തോളം വരുന്ന ഗാസക്കാരിൽ യുദ്ധം ബാധിക്കാത്തവരായി നിലവിൽ ഒരാളുമില്ല. ഗാസയിലെ മൊത്തം ജനസംഖ്യയുടെ 10% ജനങ്ങൾ മരിക്കുകയോ മാരകമായി പരിക്കേൽക്കുകയോ ചെയ്തുവെന്ന ഭയാനകമായ സാഹചര്യത്തിലാണ് ഗാസയെ ചാമ്പലാക്കി പ്രദേശം പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ നിർണായകമായ നീക്കം. ഗാസയെ മോചിപ്പിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ഹമാസ് എന്ന ഭീകര സംഘടനയെ ഭൂമിയിൽ അവശേഷിപ്പിക്കില്ലെന്നുമാണ് ഇസ്രായേൽ പറയുന്നത്. ഗാസയിലെ നെറ്റ്സാരിം ഇടനാഴി പിടിച്ചെടുത്തുവെന്നും ഗാസയെ വടക്കും തെക്കുമായി വിഭജിച്ചു കഴിഞ്ഞതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വടക്കൻ ഗാസ പിടിക്കാനുള്ള പുതിയ ആക്രമണ പദ്ധതിക്ക് തുടക്കമിടുന്ന ഇസ്രായേൽ സൈന്യം ജനങ്ങളെ തെക്കൻ മേഖലകളിലേക്ക് മാറ്റുകയാണ്. സുരക്ഷ ഉറപ്പാക്കാനെന്ന് പറഞ്ഞാണ് ഇസ്രായേൽ സൈന്യം പാലസ്തീൻകാരെ ഒഴിപ്പിക്കുന്നത്. തെക്കൻ ഗാസയിൽ ടെന്റുകളും മറ്റ് സഹായങ്ങളും ഒരുക്കുമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. വടക്കുള്ള ഗാസ സിറ്റിയിൽ ആക്രമണം രൂക്ഷമായി. ഹമാസിന്റെ ആയുധങ്ങളും തുരങ്കങ്ങളും തകർക്കാനാണ് നീക്കമെന്നാണ് സൈന്യം പറയുന്നത്. ഗാസയിൽ ഇനി അവശേഷിക്കുന്ന എല്ലാ പാലസ്തീനികളും എത്രയും പെട്ടെന്ന് സ്ഥലം വിടണമെന്നും അല്ലാത്തവരെ ഭീകരവാദികളായി കണക്കാക്കുമെന്നാണ് ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗാസ നഗരത്തിന് നേരെയുള്ള സൈന്യത്തിന്റെ ഉപരോധം കൂടുതൽ ശക്തമാക്കുകയാണെന്നും ഹമാസ് പ്രവർത്തകരെ ഗാസ സിറ്റിയിൽ ഒറ്റപ്പെടുത്താനുള്ള അവസാന അവസരമാണിതെന്നും ഇസ്രായേൽ കാറ്റ്സ് പ്രസ്താവനയിൽ പറയുന്നു. അതിനിടെ ഗാസയിൽ ബുധനാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 16 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസയുടെ തെക്കോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്ന ഗാസയിലെ പൌരന്മാർക്ക് ജീവിതത്തിൽ ഇത് അവസാന അവസരമാണെന്നും ഹമാസിനെ നഗരത്തിൽ ഒറ്റപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായി കടുത്ത ആക്രമണം നടത്തുമെന്നാണ് ഇസ്രായേൽ തീരുമാനം. അവസാനത്തെ ഹമാസ് തീവ്രവാദിയെയും വധിക്കുമെന്നും അവശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കും വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ കാറ്റ്സിന്റെ പ്രഖ്യാപനം. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ സൈന്യം ഗാസ വളഞ്ഞിരിക്കുന്നത്. തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിളിച്ച സംയുക്ത പത്രസമ്മേളനത്തിലാണ് ഗാസയിൽ സമാധാനം പുലരാനുള്ള കരാറിനോട് സാഹചര്യങ്ങൾ വളരെ അടുത്തെത്തിയെന്ന് ട്രംപ് അറിയിച്ചത്. കരാർ അംഗീകരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹമാസ് ആണെന്ന് പറയുകയും ഹമാസിന് ഇതിനായി 4 ദിവസത്തെ സമയവും ട്രംപ് അനുവദിച്ചിരുന്നു. മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും കരാറിന്റെ പകർപ്പ് തങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടെന്നും ശുഭാപ്തി വിശ്വാസത്തോടെയും ഉത്തരവാദിത്തത്തോടെയും അത് പരിശോധിച്ച് വിലയിരുത്തിയ ശേഷം മറുപടി പറയുമെന്നാണ് ഹമാസ് പ്രതികരിച്ചത്. എന്നാൽ കീഴടങ്ങാൻ തയ്യാറല്ലെന്നും പോരാട്ടം തുടരുമെന്നും ഹമാസ് നടത്തിയ പ്രസ്താവനയാണ് ഇസ്രായേലിനെ ചൊടിപ്പിച്ചത്. ഹമാസിന്റെ പക്കൽ ഇനി അവശേഷിക്കുന്നത് 40-ലേറെ ബന്ദികളാണ്. 72 മണിക്കൂറിനുള്ളിൽ മോചിപ്പിക്കൽ, ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ പടിപടിയായുള്ള സൈനിക പിന്മാറ്റം എന്നിവയാണ് ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ ലക്ഷ്യം. ഹമാസിന്റെ നിരായുധീകരണവും യുദ്ധാനന്തരം രാജ്യാന്തര നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണവും നിലവിലെ കരാർ ആവശ്യപ്പെടുന്നു. ഇതിനിടെയാണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ ആക്രമണം ശക്തിപ്പെടുത്തിയതും ജനങ്ങളോട് ഗാസ വിട്ടുപോകാൻ നിർദ്ദേശിച്ചിരിക്കുന്നതും. പാലസ്തീന് അടിയന്തര സഹായമായി വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തിയ ചെറുകപ്പലുകൾ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുക്കുകയും കപ്പലുകളിൽ ഉണ്ടായിരുന്ന മനുഷ്യാവകാശ പ്രവർത്തകരെ തടഞ്ഞുവെക്കുകയും ചെയ്തു. വിവിധ രാജ്യങ്ങളിലെ മനുഷ്യാവകാശ പരിസ്ഥിതി പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന ചെറുകപ്പലുകളാണ് ഗാസ തീരത്തിന് സമീപത്തെ മെഡിറ്ററേനിയൻ കടലിൽ വെച്ച് ഇസ്രായേൽ നാവികസേന പിടിച്ചെടുത്തത്. ഗാസയിലേക്ക് അടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും കപ്പലുകളിൽ എത്തിയവരെ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കുമെന്നും ഇസ്രായേൽ പ്രസ്താവിച്ചു. ഇസ്രായേൽ സൈന്യത്തിന്റെ ഭീഷണി മറികടന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള 500ഓളം പേർ 45 ചെറുകപ്പലുകളിലായി ഗാസയിലേക്ക് പുറപ്പെട്ടത്. കഴിഞ്ഞ മാസം സ്പെയിനിൽ നിന്നാണ് ഗ്രേറ്റ അടക്കമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ പുറപ്പെട്ടത്. നേരത്തെയും ഇത്തരത്തിലുള്ള ചെറുകപ്പലുകൾ ഗാസയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപും ഇസ്രായേൽ തടഞ്ഞിരുന്നു.